Voice of Marketing, in touch with positive people. വെൽക്കം ടു വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിങ് എന്താണെന്ന് നോക്കാം. ഈ ലോകത്തെ ഏറ്റവും വലിയ പാട് മനുഷ്യനെ നിയന്ത്രിക്കാനാണ്, മനുഷ്യനെ കൺട്രോൾ ചെയ്യാനാണ്. ഈ മനുഷ്യനെ കൺട്രോൾ ചെയ്യാനാന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങില് അതിനെന്താണ് ഭാഷ എന്ന് നമുക്ക് പറഞ്ഞുതരാം. ഒരു പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് പറയുക, അത് ഫേസ് ചെയ്യുന്ന പെയിൻ പോയിന്റ്. എന്താ പെയിൻ പോയിന്റ്? ആ കസ്റ്റമർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി ബെനിഫിറ്റ് കൂടാതെ അയാൾക്ക് ആ പ്രോഡക്റ്റ് അത്യന്താപേക്ഷിതമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അവർ എങ്ങനെയാണോ അവരുടെ ഭാഷയുടെ ഒരു ടോൺ, ഭാഷയുടെ ടോൺ ഇല്ലേ, മനസ്സിലായി കാണുമല്ലോ എന്താ ഭാഷയുടെ ടോൺ എന്ന് പറയുന്നത്. എങ്ങനെയാണോ അവർ നമ്മളോടുള്ള പെരുമാറ്റം, ബിഹേവിങ്, ആ ടോൺ എങ്ങനെയാണോ. ചിലർ വളരെ പതുക്കെ സ്ലോവിലായിട്ട് സംസാരിക്കുന്നവരുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ വളരെ സ്പീഡിലായിരിക്കും, ഹറിബറി ആയിട്ടുള്ള സംസാരമായിരിക്കും. ചിലർ മീഡിയം റേഞ്ചിലായിരിക്കും. അത് മാത്രമല്ല, വളരെയധികം ഭാഷകൾക്ക് വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പൊ കാസർഗോഡേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭാഷ വ്യത്യാസപ്പെടും, കണ്ണൂര് കുറച്ച് വ്യത്യാസമുണ്ട്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന വയനാട്, കോഴിക്കോട് ഏകദേശം സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പാലക്കാട് പോയാൽ കുറച്ചൊരു ചേഞ്ച് വരുന്നുണ്ട്, തൃശ്ശൂർ ഭയങ്കര ചേഞ്ച് വരുന്നുണ്ട്. ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ടി വേറെ ഒരു സ്റ്റൈലായിരിക്കും, ചെറിയ ഭാഷയിൽ വ്യത്യാസം വരുന്നുണ്ട്. കൊല്ലം വ്യത്യാസമുണ്ട്, ആലപ്പുഴ പിന്നെ എറണാകുളത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളില്ല, എങ്കിലും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് കായങ്ങളൊക്കെ പോകുമ്പോൾ. ശരിയാണല്ലോ. അതുപോലെ പത്തനംതിട്ട വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. കോട്ടയം ഭാഷയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇടുക്കി വ്യത്യാസമുണ്ട്. അങ്ങനെ ഭാഷകള് ഒരു കസ്റ്റമറെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുപയോഗിക്കുന്ന ഭാഷയുടെ വ്യത്യാസങ്ങൾ, ആ ചേഞ്ചസ്, അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ടോണിൽ തന്നെ, ആ ഭാഷയുടെ ടോണിൽ തന്നെ ഏകദേശം അവർ ഒരു സ്ലോവിൽ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹരിബറിയായിട്ട് സംസാരിക്കുന്നതിന് പകരം ആ ഒരു ടോണിൽ തന്നെ ആ അതിനെ എന്താണോ ഇങ്ങോട്ട് കിട്ടുന്നത് അനുസരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഭാഷ പ്രയോഗിക്കും. നമ്മൾ വിചാരിക്കും ഇതിലൊന്നും വലിയ കാര്യമില്ല. ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലോ ആദ്യമായിട്ട് നിങ്ങൾ ഒരു കസ്റ്റമറെ വിസിറ്റ് ചെയ്യുമ്പോഴോ ഇങ്ങനെയുള്ള ടോൺ ഓഫ് വോയിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഭാഷയുടെ ഉപയോഗങ്ങളിലൊക്കെ ഒരു മയത്വം, ഒരു മിതത്വം പാലിക്കണം. എന്താ ഭാഷയിലുള്ള ഈ മിതത്വം എന്ന് പറയുന്നത്? കസ്റ്റമർ ചോദിക്കുക, ഇതിലെന്തെങ്കിലും വില, പ്രൈസ് എന്തെങ്കിലും കുറയാൻ സാധ്യത ഉണ്ടോ? പ്രൈസ് ചെറുതായിട്ട് കുറയോ? പ്രൈസ് കുറയില്ല, പ്രൈസിന് ഒരൊറ്റ പൈസ കുറയില്ല, പ്രൈസ് കുറയില്ല. ആ ഭാഷയ്ക്ക് പകരം ഒരു സ്മൈൽ കൊടുക്കുക. സാറേ, ഇത് ബെസ്റ്റ് സർവീസാണ് ഞങ്ങൾ നൽകുന്നത്, ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്, 3 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ ഗ്യാരണ്ടി, 10 വർഷത്തെ ഗ്യാരണ്ടി ഇതിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, നല്ല സർവീസാണ്. എന്ത് പ്രശ്നം സാറിന് ഈ പ്രോഡക്റ്റ് കൊണ്ട് വന്നാലും, എന്ത് പ്രോബ്ലം വന്നാലും റീപ്ലേസ്മെന്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, സർവീസ് ഞങ്ങളുടെ ബെറ്ററാണ്, വാല്യൂ ഉള്ളതാണ്. വേറൊരു പ്രോഡക്റ്റായിട്ട്, കോമ്പറ്റീറ്ററുടെ പ്രോഡക്റ്റായിട്ട് പേര് പറയരുത്, ആ പ്രോഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗുണങ്ങൾ ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങൾ ചേർത്ത് നിർത്തുന്നവരാണ് അവരെ. എന്ത് പ്രശ്നങ്ങളും ഞങ്ങൾ ആ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കും. അങ്ങനെ വാല്യൂവിനെ കുറിച്ച് പറയണം. ആ ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, വാല്യൂവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അതല്ലാതെ വെട്ടൊന്ന് മുറി രണ്ടെന്നോ രീതിയിൽ കടുംപിടുത്തം പോലെ പൈസയൊന്നും കുറയില്ല, ഇതിന് വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ എടുക്കണ്ട, അങ്ങനെയുള്ള നയം സ്വീകരിക്കരുത്. വോയിസ് ഓഫ് ടോണിന് നമ്മുടെ നിത്യജീവിതത്തിലും മാർക്കറ്റിങ്ങിലും സെയിൽസിലും ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരു ലീഡർക്കും ഒരു മാനേജർക്കും പവർഫുൾ ആയിട്ട് വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയണം. പവർഫുൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സിമ്പതി ഉണ്ടാവണം, ഒരു എമ്പതി ഉണ്ടാവണം, ഒരു അഫെക്ഷൻ ഉണ്ടാവണം, ഒരു ലവിങ് അഫെക്ഷൻ ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. എവിടെയും തോൽപ്പിക്കാൻ പറ്റില്ല സ്നേഹത്തെ. സ്നേഹത്തിന് മുന്നില്, മനുഷ്യത്വത്തിന് മുന്നില്, നന്മയുടെ മുന്നില് ആർക്കും അത് കടന്നു പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ നന്മകളും
ആ മനുഷ്യത്വവും എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡും മാർക്കറ്റിങ്ങിലും സെയിൽസിലും വളരെ കൃത്യമായിട്ട് അത് വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്ത് വേണം കസ്റ്റമറോട് ഇടപഴകാൻ. കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന ഈ 2 കാര്യങ്ങളാണ്. പിന്നെ കസ്റ്റമർ പറയുന്ന കാര്യം ലിസൺ ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അത് മറ്റുള്ളവർ പറയുന്നത് ലിസൺ ചെയ്തിരിക്കുക, ഒരു ധ്യാനം പോലെ ഏകാഗ്രതയോടെ അയാൾ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഇരിക്കുക. ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വല്ലയിടത്തേക്കും പോയാൽ വല്ല സിനിമയിലേക്കോ അല്ലെങ്കിൽ വേറെ നമ്മൾ ചിന്തകളിലേക്കോ റോഡിലേക്കോ പോയാൽ കാര്യം പോയി. ഐ കോണ്ടാക്ട് കൊടുത്ത് മൈൻഡിനെ, മനസ്സിനെ അവിടെ പിടിച്ചു നിർത്തി അയാൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കിയ ശേഷം വേണം അയാളുടെ പ്രശ്നങ്ങൾ, അയാളുടെ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി. ആ രീതിയിലേക്ക് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിങ് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ ഒബ്ജക്ഷൻ ക്ലോസിങ് എന്നുള്ള ഒരു ഒബ്ജക്ഷൻ അത് വളരെ സിമ്പിളായിട്ട് നടക്കും. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന എങ്ങനെ ഒരു കാര്യം, ഈ ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് എങ്ങനെ കസ്റ്റമറെ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവരാം, അത് ആ പ്രോഡക്റ്റ് എങ്ങനെ അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാം എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ്. ഓരോ ഏരിയയിൽപ്പെട്ട വ്യക്തികളെ അതാത് രീതിയിൽ അതാത് ഭാഷയിൽ അവരെ ഹാൻഡിൽ ചെയ്യുക. നെക്സ്റ്റ് ആണ് എന്താണ്, അവർ പറയുന്ന വോയിസ് ടോൺ അനുസരിച്ച് വേണം നമ്മുടെ പ്രതികരണം, അതനുസരിച്ച് സംസാരിക്കുക. ഓരോ ലോക്കൽ ലാംഗ്വേജുകൾ അനുസരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ പിന്നെ പറഞ്ഞ പോയിന്റ് ആണ് ലിസൺ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു കസ്റ്റമറെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓർഡറിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സാധിക്കും, എങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റണം, കസ്റ്റമറെ ഇൻസ്പയർ ചെയ്യാൻ എങ്ങനെ സാധിക്കണം, എങ്ങനെ കസ്റ്റമറെ ആ പ്രോഡക്റ്റിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സാധിക്കും, ഈ ഒരു ഏരിയയെ കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.